ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് പൂർത്തിയായി. ഇതുവരെയുള്ള കണക്കനുസരിച്ച് 57.86% പേർ വോട്ട് രേഖപ്പെടുത്തി. വോട്ടെണ്ണൽ ശനിയാഴ്ച. സാങ്കേതിക വിദ്യയെ ജനാധിപത്യവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേന്ദ്ര സർക്കാർ പ്രവർത്തിക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ഐക്യരാഷ്ട്രസഭ മനുഷ്യാവകാശ സമിതിയിൽ നിന്ന് പിൻവാങ്ങാൻ തീരുമാനിച്ച് അമേരിക്ക. ഉത്തരവിൽ ഒപ്പുവെച്ച് പ്രസിഡന്റ് ട്രംപ്. കേരളത്തിലെ ആരോഗ്യ മേഖലയിലെ വികസനത്തിനായി ലോകബാങ്ക് സഹായത്തോടെ കേരള ഹെൽത്ത് സിസ്റ്റം ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം നടപ്പിലാക്കാൻ മന്ത്രിസഭായോഗത്തിന്റെ അനുമതി. ദേശീയ ഗെയിംസിൽ കേരളത്തിന് ഒരു സ്വർണം കൂടി. മെഡൽ നിലയിൽ മുന്നേറ്റം തുടർന്ന് കർണാടക. വാർത്തകൾ വിശദമായി. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പിനുള്ള ഔദ്യോഗിക സമയം 6 മണിയോടെ പൂർത്തിയായി. 70 മണ്ഡലങ്ങളിൽ നടന്ന പോളിംഗിൽ ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം 57.86% പോളിംഗ് രേഖപ്പെടുത്തി. 699 സ്ഥാനാർത്ഥികൾ ജനവിധി തേടുന്ന തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ശനിയാഴ്ചയാണ്. ഡൽഹി നിയമസഭയിലേക്കുള്ള വോട്ടെടുപ്പിൽ മികച്ച ജനപങ്കാളിത്തമാണ് അനുഭവപ്പെട്ടത്. തുടക്കത്തിൽ മന്ദഗതിയിലായിരുന്ന പോളിംഗ് ഉച്ചയോടെയാണ് മെച്ചപ്പെട്ടത്. രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ, കേന്ദ്രമന്ത്രിമാരായ എസ് ജയശങ്കർ, ഹർദീപ് സിംഗ് പുരി, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, ഡൽഹി മുഖ്യമന്ത്രി അതിഷി, മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ തുടങ്ങിയ പ്രമുഖർ ആദ്യ മണിക്കൂറുകളിൽ തന്നെ വോട്ട് രേഖപ്പെടുത്തി. കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി, ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ വിനയ് കുമാർ സക്സേന, സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന തുടങ്ങിയവരും വിവിധ ബൂത്തുകളിലെത്തി രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി. തിരഞ്ഞെടുപ്പിന്റെ സുഗമമായ നടത്തിപ്പിനും സുരക്ഷയ്ക്കുമായി ഉദ്യോഗസ്ഥ പോലീസ് വിഭാഗങ്ങൾ സ്തുത്യർഹ സേവനമാണ് നടത്തിയതെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ പറഞ്ഞു. सारे पोलिंग ऑफिशियल्स का, सिक्योरिटी फोर्स, सारे आरओज, डिप्टी कमिश्नर्स और पुलिस सब मेहनत कर रहे हैं. उसी का फल है कि करीब 12-13 हजार से ऊपर रैलीज और सभाएं पिछले 1 महीने में दिल्ली में हुई. जो छोटी मोटी घटनाएं हुई, जिनकी शिकायतें हुई, उनको इमीडिएटली उन पर कार्रवाई हुई. ये निष्पक्षता है. हमने हिदायत भी दी हुई है कि सब लोग बिल्कुल लेवल प्लेइंग फील्ड को, फेयर प्ले को सुनिश्चित करेंगे. 13,000-ലധികം പോളിംഗ് ബൂത്തുകൾ ക്രമീകരിച്ച ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് നടത്തിപ്പിനായി 1,80,000-ലധികം പോളിംഗ് ഉദ്യോഗസ്ഥരെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിന്യസിച്ചിരുന്നത്. ഇന്ന് മഹാകുംഭമേളയിൽ പങ്കെടുത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രയാഗ്രാജിലെ ത്രിവേണി സംഗമത്തിൽ പുണ്യസ്നാനം നടത്തി. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനൊപ്പമാണ് പ്രധാനമന്ത്രി ത്രിവേണി സംഗമത്തിലെത്തിയത്. പ്രത്യേക പൂജകളിലും അദ്ദേഹം പങ്കെടുത്തു. ജനുവരി 13 ആരംഭിച്ച മഹാകുംഭമേള ഈ മാസം 26 മഹാശിവരാത്രി വരെ നീളും. ഇതുവരെ 39 കോടിയിലധികം ഭക്തരാണ് ത്രിവേണി സംഗമത്തിൽ പുണ്യസ്നാനം ചെയ്തത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 3 ദിവസത്തെ പണനയ യോഗത്തിന് മുംബൈയിൽ തുടക്കമായി. RBI ഗവർണറായി സഞ്ജയ് മൽഹോത്ര ചുമതലയേറ്റ ശേഷമുള്ള ആദ്യ യോഗമാണിത്. അടിസ്ഥാന ബാങ്കിംഗ് നിരക്കുകൾ സംബന്ധിച്ച തീരുമാനങ്ങൾ RBI ഗവർണർ മറ്റന്നാൾ പ്രഖ്യാപിക്കും. 38ാമത് ദേശീയ ഗെയിംസിൽ കേരളത്തിന് ഒരു സ്വർണം കൂടി. വനിതകളുടെ കോക്സ്ലെസ് 4 തുഴച്ചിലാണ് കേരളം സ്വർണം നേടിയത്. വനിതകളുടെ ഡബിൾസ് സ്കൾ ഇനത്തിലും വനിതകളുടെ കോക്സ്ലെസ് പെയർ ഇനത്തിലും കേരളം വെള്ളി നേടി. വനിതകളുടെ സ്കൾ ക്വാഡ്രപ്പിൾ ഇനത്തിൽ ഇന്ന് വെങ്കലം സ്വന്തമാക്കിയിട്ടുണ്ട്. ഇതോടെ 9 സ്വർണവും 9 വെള്ളിയും 6 വെങ്കലവും ഉൾപ്പെടെ 24 മെഡലുകളുമായി പട്ടികയിൽ 9ാമതാണ് കേരളം. കേരളത്തിന്റെ പുരുഷ ഫുട്ബോൾ ടീം ഫൈനലിൽ കടന്നു. 28 സ്വർണവുമായി കർണാടകയാണ് പട്ടികയിൽ 1ാമത്. സർവീസസ് 2ാമതും 16 സ്വർണവുമായി മഹാരാഷ്ട്ര 3ാം സ്ഥാനത്തുമാണ്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ന് UN പൊതുസഭാ പ്രസിഡന്റ് ഫിലിമോൻ യാങ്ങുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഉഭയകക്ഷി പങ്കാളിത്തം പരിഷ്കരിക്കേണ്ട ആവശ്യകത ഉൾപ്പെടെ വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്തതായും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പ്രാദേശിക ആഗോള പ്രശ്നങ്ങളിലെ ആശയങ്ങൾ പരസ്പരം കൈമാറിയതായും ശ്രീ ജയശങ്കർ പറഞ്ഞു. ഐക്യരാഷ്ട്രസഭ മനുഷ്യാവകാശ സമിതിയിൽ നിന്ന് US പിൻവലിക്കാനുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചു. പലസ്തീൻ അഭയാർത്ഥികളെ പിന്തുണയ്ക്കുന്ന UN ഏജൻസിക്ക് ധനസഹായം നൽകുന്നതുൾപ്പെടെ വിലക്കാനാണ് തീരുമാനം. യുനെസ്കോയിലെ അംഗത്വം അവലോകനം ചെയ്യാനും പ്രസിഡന്റ് ട്രംപ് നിർദ്ദേശം നൽകി. ചില UN ഏജൻസികളും സ്ഥാപനങ്ങളും ആഗോള സമാധാനം ഉറപ്പാക്കാനുള്ള ദൌത്യത്തിൽ നിന്ന് വ്യതിചലിച്ചതായി ഉത്തരവിൽ പറയുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്.
അമേരിക്കയിൽ നിന്നുള്ള 100-ലധികം അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാർ രാജ്യത്ത് മടങ്ങിയെത്തി. US സൈനിക വിമാനത്തിലാണ് ഇവരെ അമൃത്സറിലെ ശ്രീ ഗുരു രാംദാസ് ജി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിച്ചത്. മടങ്ങിയെത്തിയവരിൽ അധികവും ഹരിയാന, പഞ്ചാബ്, ഗുജറാത്ത്, ഉത്തർപ്രദേശ്, ചണ്ഡീഗഡ് സംസ്ഥാനങ്ങളിൽ നിന്നും ഉള്ളവരാണ്. കേരളത്തിൽ നിന്ന് യൂറോപ്പിലേക്കുള്ള എയർ ഇന്ത്യ കൊച്ചി ലണ്ടൻ വിമാന സർവീസ് പുനരാരംഭിക്കാൻ ധാരണ. കേരളത്തിൽ നിന്ന് യൂറോപ്പിലേക്കുള്ള ഏക സർവീസ് മാർച്ച് 28 മുതൽ നിർത്താനുള്ള അറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ സിയാൽ അധികൃതർ എയർ ഇന്ത്യയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ധാരണയായത്. നിലവിൽ ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിലാണ് കൊച്ചിയിൽ നിന്ന് ലണ്ടൻ ഗാറ്റ്വിക്കിലേക്ക് എയർ ഇന്ത്യ സർവീസ് നടത്തുന്നത്. കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഇന്ന് ഓപ്പൺ AI CEO സാം ആൾട്ട്മാനുമായി കൂടിക്കാഴ്ച നടത്തി. സാങ്കേതിക വിദ്യയെ ജനാധിപത്യവൽക്കരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. Within the applications in healthcare, in education, in agriculture, in weather forecasting, in disaster management, in transportation, multiple different things we are working. And I request the entire startup community to come up with very unique solutions, and we'll be open. We are very soon starting a kind of open competition for it, open empanelment competition kind of thing. So that will be huge. നിർമ്മിത ബുദ്ധി സംവിധാനങ്ങളുടെ വികസനത്തിനും ഉപയോഗത്തിനും പിന്തുണ നൽകുന്ന സാങ്കേതിക വിദ്യകൾ, ഉപകരണങ്ങൾ എന്നിവയുടെ ശേഖരമായ AI സ്റ്റാക്ക് സംബന്ധിച്ച് ആൾട്ട്മാനുമായി വിശദമായ ചർച്ച നടത്തിയതായും ശ്രീ വൈഷ്ണവ് വ്യക്തമാക്കി. ഉത്തരവാദിത്തത്തോടെയും ധാർമ്മികതയോടെയുമുള്ള നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യ വികസനത്തിന് സമഗ്രമായ നിയന്ത്രണ ചട്ടക്കൂടുകൾ അനിവാര്യമെന്ന് വിദഗ്ധർ. ദുബായിൽ നടക്കുന്ന AI എവറിത്തിങ് ഗ്ലോബൽ സമ്മേളനത്തിലാണ് വിദഗ്ധാഭിപ്രായം. സൈബർ ആക്രമണങ്ങൾക്കുള്ള നിർദ്ദേശങ്ങൾ പോലെ ഹാനികരമായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നിയന്ത്രണ നടപടികൾ ആവശ്യമാണെന്നും അഭിപ്രായം ഉയർന്നു. ഇന്ത്യയിൽ സ്വർണത്തിന്റെ ആവശ്യകത 5% വർദ്ധിച്ചതായി റിപ്പോർട്ട്. 2023 761 ടണ്ണായിരുന്ന ഡിമാൻഡ് 2024 എത്തിയപ്പോൾ 802.8 ടണ്ണായി ഉയർന്നു. വേൾഡ് ഗോൾഡ് കൌൺസിലിന്റെ കണക്കനുസരിച്ച് 2025 സ്വർണത്തിന്റെ ഉപഭോഗം 700 മുതൽ 800 ടൺ വരെ ആയിരിക്കും. ഇസ്മായിലി മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവ് ആഗാ ഖാൻ നാലാമൻ പോർച്ചുഗലിൽ അന്തരിച്ചു. 88 വയസ്സായിരുന്നു. വ്യവസായ രംഗത്തും ഏറെ പ്രശസ്തനായിരുന്ന ആഗാ ഖാൻ മികച്ച മനുഷ്യസ്നേഹി കൂടിയായിരുന്നു. നിര്യാണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചിച്ചു. സംസ്ഥാനത്ത് ഇന്നും നാളെയും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ സാധാരണയേക്കാൾ 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം. നിർജ്ജലീകരണം ഒഴിവാക്കാൻ ധാരാളം വെള്ളം കുടിക്കണമെന്നും പകൽ 11 മണി മുതൽ 3 മണി വരെ നേരിട്ടുള്ള സൂര്യപ്രകാശം ഏൽക്കരുതെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചു. ISL ഫുട്ബോളിൽ ഇന്ന് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് പഞ്ചാബ് FC പോരാട്ടം. കൊൽക്കത്തയിലെ സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയ്ക്ക് നാളെ തുടക്കമാകും. നാഗ്പൂരിലെ വിദർഭ ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിൽ ഉച്ചയ്ക്ക് 1:30 ആദ്യ മത്സരം. 3 മത്സരങ്ങളുള്ള പരമ്പരയിൽ ഇന്ത്യൻ ടീമിനെ രോഹിത് ശർമ്മ നയിക്കും. കഴിഞ്ഞ 2020 പരമ്പരയിൽ 14 വിക്കറ്റ് വീഴ്ത്തി പരമ്പരയിലെ താരമായ വരുൺ ചക്രവർത്തിയെ ടീമിൽ ഉൾപ്പെടുത്തി. CPM-CPI ഭിന്നതയെ തുടർന്ന് കൊല്ലം കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ സ്ഥാനം CPI രാജിവെച്ചു. കൊല്ലം മധുവാണ് ഡെപ്യൂട്ടി മേയർ സ്ഥാനം രാജിവെച്ചത്. മുന്നണി ധാരണ പ്രകാരം CPM മേയർ പ്രസന്ന ഏണസ്റ്റ് സ്ഥാനം ഒഴിയാത്തതാണ് പ്രതിഷേധത്തിന് കാരണം. കേരളത്തിലെ ആരോഗ്യ മേഖലയുടെ വികസനത്തിനായി ലോകബാങ്ക് സഹായത്തോടെ കേരള ഹെൽത്ത് സിസ്റ്റം ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം നടപ്പിലാക്കാൻ തീരുമാനം. ഇന്ന് ചേർന്ന സംസ്ഥാന മന്ത്രിസഭായോഗത്തിലാണ് അനുമതി. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിച്ച UDFന്റെ മലയോര സമരയാത്രയ്ക്ക് തിരുവനന്തപുരത്ത് സമാപനം. ആമ്പൂരിൽ നടന്ന സമാപന സമ്മേളനം AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ മനുഷ്യ വന്യമൃഗ സംഘർഷം പരിഹരിക്കാൻ LDF സർക്കാരിന് കഴിഞ്ഞില്ലെന്ന് ദീപാദാസ് മുൻഷിയും പ്രതിപക്ഷ നേതാവും ആരോപിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് പൂർത്തിയായി. ഇതുവരെയുള്ള കണക്കനുസരിച്ച് 57.86% പേർ വോട്ട് രേഖപ്പെടുത്തി. വോട്ടെണ്ണൽ ശനിയാഴ്ച. സാങ്കേതിക വിദ്യയെ ജനാധിപത്യവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേന്ദ്ര സർക്കാർ പ്രവർത്തിക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ഐക്യരാഷ്ട്രസഭ മനുഷ്യാവകാശ സമിതിയിൽ നിന്ന് പിൻവാങ്ങാൻ തീരുമാനിച്ച് അമേരിക്ക. ഉത്തരവിൽ ഒപ്പുവെച്ച് പ്രസിഡന്റ് ട്രംപ്. കേരളത്തിലെ ആരോഗ്യ മേഖലയിലെ വികസനത്തിനായി ലോകബാങ്ക് സഹായത്തോടെ കേരള ഹെൽത്ത് സിസ്റ്റം ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം നടപ്പിലാക്കാൻ മന്ത്രിസഭാ യോഗത്തിന്റെ അനുമതി. ദേശീയ ഗെയിംസിൽ കേരളത്തിന് 1 സ്വർണം കൂടി. മെഡൽ നിലയിൽ മുന്നേറ്റം തുടർന്ന് കർണാടക. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.